ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് ഈസ് ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. നമ്മുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഏതൊരു കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ടെക്നിക്കാണെന്ത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന കോസ്റ്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടും അതുപോലെ കോസ്റ്റ് പ്ലാൻ ചെയ്യുക, ദെൻ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് റെക്കോർഡുകൾ, കോസ്റ്റിൻ്റെ ഒക്കെ റെക്കോർഡ്സ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് മീൻസ് ഇറ്റ്സ് എ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് management with a detailed record of cost relating to product, operations or functions. ഒരു ഫങ്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ റിലേറ്റ് ചെയ്ത കോസ്റ്റ് റെക്കോർഡിംഗ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ ഇറ്റ്സ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ, അതുപോലെ വേസ്റ്റേജ് മിനിമൈസ് ചെയ്ത് കോസ്റ്റ് കൺട്രോളിങ്ങിനും അതുപോലെ കോസ്റ്റ് റിഡക്ഷനും മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മാനേജ്മെൻറ്റിനെ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 കോൺസെപ്റ്റുകളാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്, കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഒബ്ജക്റ്റ്. നമ്മൾ ഏത് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റിയുടെയാണോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് യൂണിറ്റ്. നമ്മൾ ഏത് യൂണിറ്റും യൂസ് ചെയ്തിട്ടാണോ കോസ്റ്റ് മെഷർ ചെയ്യണത്, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് പെർ ടേബിൾ ആവാം അല്ലെങ്കിൽ കോസ്റ്റ് പെർ മീറ്റർ ഓഫ് ക്ലോത്ത് ആവാം. അപ്പോൾ ഏത് യൂണിറ്റാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, ഒരു പ്രോഫിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ ആക്ടിവിറ്റികളെ തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാം. കോസ്റ്റ് റിലേറ്റഡായ ഇൻഫർമേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത്. പ്രൊഡക്ഷൻ പോളിസീസ്, സെല്ലിംഗ് പ്രൈസുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും പീരിയോഡിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിൻ്റെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് കോംപ്ലക്സ് സിസ്റ്റം. കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിയലി ടാസ്ക്കാണ്. അതുപോലെ തന്നെ ഇസ് എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ കോസ്റ്റ് അക്കൗണ്ട് ഡാറ്റ ഫുള്ളും നമുക്ക് ആക്യുറേറ്റ് ആവണമെന്നില്ല. ദെൻ നമുക്ക് അക്കൗണ്ടിങ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പ്രൊഡക്റ്റും കോസ്റ്റ് റിലേറ്റഡായ കാര്യങ്ങൾ മാത്രമേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കോസ്റ്റ് കൺട്രോളിങ് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഡിഫിക്കൽട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ദെൻ നെക്സ്റ്റ് ആണ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് പറഞ്ഞാൽ നമ്മൾ ലാർജ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ബിഗ് ജോബ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം എടുത്തുകൊണ്ടൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നമുക്ക് സർവീസ് റെൻഡർ ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിൻ്റെയോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കോസ്റ്റ്. ഒരേ പ്രൊഡക്റ്റിന് മേലെ 2 അതിലധികമോ അപ്ലിക്കേഷൻസ് ഓഫ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് കോസ്റ്റിംഗ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഈച്ച് യൂണിറ്റ് വൈസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ ബാച്ച് കോസ്റ്റിംഗ്.
ബാച്ച് മീൻസ് സ്മോൾ യൂണിറ്റ്. നമ്മൾ പ്രൊഡക്റ്റുകളെ സ്മോൾ യൂണിറ്റാക്കി മാറ്റുന്നതിന് ബാച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓരോ ബാച്ച് വൈസ് എന്ത് ചെയ്യണോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ് പറയുന്നത്. നെക്സ്റ്റ് ജോബ് കോസ്റ്റിംഗ്. നമുക്ക് ഓരോ ജോബ് അല്ലെങ്കിൽ ഓരോ വർക്കിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേകം ജോബ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്നാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് പറഞ്ഞാൽ സാധാരണ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയ ഏത് ഇൻഡസ്ട്രിയിലും നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുക.